പോലീസുകാർ നിയമത്തിന്റെ വഴിക്ക് മാത്രമേ പോകാൻ പാടില്ല. പോലീസ് ചെയ്ത മഹാമോശമല്ലേ? പോലീസ് എന്ന് പറയുന്നത് നമ്മള് രക്ഷകന്മാരല്ലേ? ഒരു പോലീസുകാർ വിചാരിച്ചാൽ മതി, മൊത്തത്തിൽ ഇതായി. എല്ലാ പൊതുജനങ്ങളും അതിനെ എതിർക്കണം എന്നുള്ളതാണ് എന്റെ ഈ പിണറായി എന്ന് പറഞ്ഞവൻ അവൻ അവിടുന്ന് പോയാല് ഇതൊക്കെ ശരിയാവും. ഒന്നിനു പുറകെ ഒന്നായി കസ്റ്റഡി മർദ്ദന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതിനെക്കുറിച്ച് പൊതുജന അഭിപ്രായം ചോദിച്ചറിയാം. ഇതിനേക്കാളും വളരെ മൃഗീയമായിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ആരും നാളേക്കേടുകൊണ്ട് പറയാത്തായിരിക്കും. പല പെൺമിച്ചങ്ങൾക്കും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടാവും. കുടുംബത്തെ ഭയന്ന് പറയാത്തായിരിക്കും. പല പ്രശ്നങ്ങളുണ്ടാവും. പോലീസുകാർ ഒരു പരിധിവരെ ക്രിമിനലുകളെക്കാളും മോശമാണ്. പ്രത്യേകിച്ച് ഈ ഭരണത്തില് പാർട്ടിയാണ് പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നത്. പാർട്ടിക്ക് വൈരാഗ്യമുള്ളവരൊക്കെ അവർ ഇതുപോലെ ചെയ്യിപ്പിക്കും. അത്രയുള്ളൂ പറയാൻ. വേറെന്ന് പറയാൻ ഏതായാലും ഈ 4 പോലീസുകാരും അവരുടെ കുടുംബങ്ങൾ അനുഭവിക്കുന്നത് അവൻ്റെ വീട്ടിലെ ഈ സ്വീറ്റിന്നല്ല പയ്യൻ്റെ പേര്, ആ സ്വീറ്റിൻ്റെ അമ്മയുടെയും പെങ്ങന്മാരും ശാപം ഈ 4 പോലീസുകാരുടെയും കുടുംബങ്ങൾ അത് മിക്കവാറും ഒരുപക്ഷെ അവർ കാണേണ്ടി വരും. അത്ര പറയാനുള്ളൂ. അപ്പൊ ഇന്ന് തോമസ് ഐസക് പുതിയതായിട്ട് ഒരു പ്രസ്താവന കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് CPM നേതാക്കളാണ് കൂടുതലും പോലീസിന്റെ മർദ്ദനം ഏറ്റിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ കാര്യം ഈ പറയണത് അതിനുണ്ടോ? ഇപ്പോഴല്ല, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കുറെ പാർട്ടിക്കാര് മർദ്ദനം ഏറ്റിട്ടുണ്ട്. അതൊക്കെ ശരി. അതുകൊണ്ട് സുജിത്തിന് ഇങ്ങനെയുള്ള ആൾക്കാരെ കൊല്ലണം എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞത്. മാർക്സ് പാർട്ടിയില് ഈ പറഞ്ഞ അയാൾ തോമസ് ഐസക് അയാളൊരു നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, നല്ല പാർട്ടിക്കാരനാണ്, നല്ല പാർട്ടി പ്രവർത്തനമാണ്, നല്ല ബുദ്ധിജീവിയാണ്, കഴിവുള്ളവനാണ്. എന്തുകൊണ്ട് അയാൾക്ക് ഇത്തവണ സീറ്റ് കിട്ടിയില്ല? അതെന്താ അയാൾ പറയാത്ത? അയാൾ മാറുകയല്ലേ, പാർട്ടി കൊടുക്കാത്തതല്ലേ? അത് പിണറായി വിജയനേക്കാളും കഴിവുള്ള ഒരു നേതാവാണ്. അതുപോലെ പല നേതാക്കളും മാർക്സ് പാർട്ടിയിൽ ഈ പാർട്ടി കൂടെ വേണം. മാർക്സ് പാർട്ടി പിണറായി വിജയനെ പോലുള്ള ആൾക്കാർ പറ്റില്ല. പാർട്ടിയിൽ ഇത് മതേതരത്വത്തിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും അവർ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അവർ വേണം ഈ പാർട്ടിയിൽ, അവർ വേണം ഇന്ത്യയിൽ. ജനങ്ങളെ കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അവര് ചെയ്യാനുള്ള ഒരു ഇതില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പോലീസുകാർ നിയമത്തിന്റെ വഴിക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലാതെ ആവശ്യമില്ലാതെ ജനങ്ങളെ കൊണ്ടുപോയിട്ട് തല്ലുക. ഇപ്പൊ നോർത്തിലെ ഒരാളെ കൊണ്ടുപോയിട്ട് ഉച്ചക്കാട് പാലത്തിനടിയിൽ ഇരിക്കുകയായിരുന്നു. അതിന് ആവശ്യമില്ലാതെ നീ എന്തിനവിടെ ഇരിക്കുന്നത് വെച്ചിട്ട് അവരെ വെറുതെ തക്കി ചതിച്ചിട്ട് അത് ഇതാക്കി. അതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അവര് നിയമത്തിന്റെ വഴിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ അഭിപ്രായത്തില് പോലീസ് ചെയ്ത മഹാമോശമല്ലേ? പോലീസ് എന്ന് പറയുന്നത് നമ്മള് രക്ഷകന്മാരല്ലേ? അവർ ചെയ്ത മഹാമോശമായി പോയി. അതൊരു കഷ്ടം തന്നെയാണ്. കാര്യം ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയെ പിടിച്ചും കൊണ്ടുപോയി. അത് എന്തോ ആവട്ടെ, ഏത് പാർട്ടി ആവട്ടെ, നമ്മളെ ഈ മനുഷ്യരെ കൂടെ കണ്ട പിന്നെ നല്ല നല്ല പോലീസുകാരുണ്ട്. ഒരു പോലീസുകാർ വിചാരിച്ചാൽ മതി, മൊത്തത്തിൽ ഇതായി. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, പല പോലീസ് സ്റ്റേഷനിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ നല്ല പോലീസുകാരും ഉണ്ട്, നല്ല പോലീസുകാരും ഉണ്ട്. ഇപ്പൊ അവര് ചെയ്യുന്നത് എന്താണെങ്കിലും അത് നമ്മൾ ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ മാതാപിതാക്കളൊക്കെ അത് ഭയങ്കരമായിട്ട് വിഷമം പറയുന്നുണ്ട്. കാരണം പെറ്റു വളർത്തിയ അച്ഛനമ്മയൊക്കെ മക്കൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന നിരപരാധിയായ മക്കൾക്കൊക്കെ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും ഒരിക്കലും അംഗീകരിക്കില്ല. അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ട് വരേണ്ടവരെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഈ കസ്റ്റഡി മരണത്തിലേക്ക് തള്ളിവിടുന്നതും അങ്ങനെ മോശമാണ്. എല്ലാ പൊതുജനങ്ങളും അതിനെ എതിർക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് ചെയ്തിരിക്കുന്നത് പോലീസുകാരുടെ ഏറ്റവും വലിയ കൊള്ളരായ്മയാണ്. ഇതിനെ ചോദിക്കാനും പറയാനും ആളില്ല. അത്രയേ ഉള്ളൂ ഇതിനകത്ത് സംഭവിക്കുന്നത്. ഇതിപ്പോ ഒരുപാടായി നടക്കുന്നത്, മനസ്സിലായില്ലേ? രണ്ടാമത് ഈ പിണറായി എന്ന് പറഞ്ഞവൻ അവൻ അവിടുന്ന് പോയാല് ഇതൊക്കെ ശരിയാവും. ശരിയായ നടപടിയല്ല. കാരണം ഒരു പോലീസുകാരനും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അവരൊക്കെ നമ്മൾ സഹോദരങ്ങളെ പോലെ കാണേണ്ടവരാണ്. അപ്പൊ അവരാണല്ലോ നമ്മൾക്ക് വേണ്ടിയിട്ടാണല്ലോ അവര് പെരുമാറുന്നതും എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വരുമ്പോൾ മറ്റുള്ള പൊതു സമൂഹം എന്താവും? ലഹരിയുടെ ഇതൊക്കെ ആയിട്ട് ഉപയോഗം കൂടി വരില്ലേ? അപ്പൊ അവരും സ്വയം അവർ ചിന്തിക്കണം. നമുക്കും കുടുംബങ്ങളും മറ്റുള്ളവരും ഉള്ളതാണ്. അതുപോലെ ഈ ലഹരി ഉപയോഗം കുറക്കണം. അതാകുമ്പോൾ എല്ലാം ക്ലിയർ ആവും. ഇപ്പൊ ആ പോലീസുകാരൊക്കെ എല്ലാവരും ഇപ്പൊ നല്ലോണമൊന്നുമില്ല. അപ്പൊ ഇവര് ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതൊക്കെയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും അവൻ കുറ്റവാളിയാണെന്ന് തെളിയുന്നവരെ ഇയാളെ മർദ്ദിച്ചിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസിൽ ഒരുപക്ഷെ ഏറ്റവും അധികം ഇന്ന് പോലീസിൽ നീതി നടപ്പാക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ അനീതി ചെയ്യുന്ന ആളുകളെ ആയിട്ടാണ് നമ്മളിത് കാണുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ. ആ പ്രവണത കോടതിയെങ്കിലും ഇടപെട്ട് നിർത്തലാക്കണമെന്ന് എനിക്ക് പറയാം. കാരണം ഒരു നിരപരാധിനെ ഇടിച്ചിട്ട് കുറെ കഴിയുമ്പോൾ ഇയാൾ കുറ്റവാളിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ആ ഒരു അഭിപ്രായം.